ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളിവിടെ എന്തെടുത്തിരിക്കുക? ഇറങ്ങണ്ടേ? സമയായി. അവിടെ കിടന്ന് വിളി തുടങ്ങി. ഇനിയിപ്പൊ ഇരിക്കാനും നിക്കാനും സമ്മതിക്കൂല. നീ വന്നേ. ശാരദേ, ദാ വരുന്നു ഗോപാലേട്ടാ. ദാ ഷോൾ എടുത്തിട്ട് വേഗം വാ. അതുങ്ങളാ ശാരദേ, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. ആദ്യം ഞാൻ സംസാരിക്കുന്നത് മര്യാദയുടെ ഭാഷയിലായിരിക്കും. അതിലവർ വീണില്ലെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വഭാവം എടുക്കും. അപ്പൊ ആ സമയത്ത് അതും ഇതും പറഞ്ഞു വന്നേക്കരുത്. അതെ, നമ്മള് നമ്മുടെ മോളെ എന്നേക്കുമായി നടതള്ളാൻ വേണ്ടി അല്ല കൊണ്ടുപോകുന്നത്. അവക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. അവളും അവളുടെ ഭർത്താവും കുടുംബവും നല്ല രീതിയിൽ ഒത്തുപോകാൻ വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നത്. ആ ഒരു വിചാരം വേണം അവരോട് സംസാരിക്കുമ്പോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം മര്യാദയുടെ ഭാഷയിലായിരിക്കും സംസാരിക്കാന്ന്. അവിടെ കിടന്ന് ഒരു വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഞാനില്ല. മോളെ, ഭാവിയിൽ അവിടെ വഴക്കുണ്ടാവാതിരിക്കാനായി സംസാരിക്കും. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ പോകുന്നത്. എന്നാ പിന്നെ ഇറങ്ങാം, വാ. മോളെ, രാജീവൻ നല്ലവനാ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അറിവുമുണ്ട്. നിന്നെ അവൻ സ്വീകരിക്കും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. അത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ. വിട്ടുവീഴ്ചകളില്ലാതെ ഒരു ദാമ്പത്യവും ഇവിടെ വിജയിച്ചിട്ടില്ല മോളെ. അതെ, നിങ്ങളിങ്ങനെ പഴംപുരാണം പറഞ്ഞു നിൽക്കാനാണോ ഉദ്ദേശം? ഒന്ന് വാ. ദാ വരുന്നു. ഇറങ്ങും മോളെ. ഒരു രജിസ്റ്റർ ഉണ്ടേ. ആരായി ശാരിക? ഞാനാ. ഇതിലൊന്ന് നോക്കിട്ടെ. എന്താ മോളെ, എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? എടി, ആരയച്ചതാ? അമ്മ, രാജീവേട്ടൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. അയ്യോ, ഇനി രാജീവേട്ടന് വേണ്ടെന്ന്. ഇത് പിടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഗോപാലേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും?